പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിലായത് 48 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ചാലക്കുടി സ്വദേശി തന്നെയാണ് ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണി. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. റിജോ കടം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പണം മുഴുവൻ ചെലവാക്കി ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്? വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കേരളം നടുങ്ങിപ്പോയ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയുമായി എത്തിയ സമയത്ത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. എസ് രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, പല ചോദ്യങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ മൗനമാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. റിജു ആന്റണിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി ചാലക്കുടി ആശുപത്രിയിൽ എത്തിച്ചതാണ്. ആ ഘട്ടത്തിലാണ് നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ കവർച്ച ഓപ്പറേഷൻ നടത്തിയത്, അത് കടം തീർക്കാനായിരുന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഒന്നും പ്രതികരിക്കാനില്ല, എല്ലാം പോലീസിനോട് പറഞ്ഞോളാം എന്നാണ് ഇയാൾ പങ്കുവയ്ക്കുന്നത്. ഇയാൾ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി പോലീസ് വാഹനത്തിൽ ഇരിക്കുകയാണ്. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു മൊഴി ഇയാളുടെ പോലീസ് സംഘം രേഖപ്പെടുത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ CCTV ദൃശ്യങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇയാൾ നടത്തിയിരുന്നു. ഏകദേശം 48-49 ലക്ഷത്തോളം രൂപ ഈ റിജു ആന്റണിക്ക് കടമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 15 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ അവിടെ നിന്ന് കവർ ചെയ്തത്. ഇതെന്ത് ചെയ്തു, ഇത് ബാക്കി എവിടെയൊക്കെ എന്തടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും അന്വേഷണ സംഘമുണ്ട്. സാർ, ഇനി കൂടുതൽ തെളിവെടുപ്പതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമോ അതോ നേരെ സ്റ്റേഷനിലേക്കാണോ? എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിയെ. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം ഇനി തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. നാളെ കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കും. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി പോലീസ് ഉൾക്കൊള്ളിക്കും. ബാങ്കിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അത് എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുകയായിരിക്കും ഇതിന്റെ തുടർ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് സംഘം പോവുക. രാഗിന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് റിജോ ആന്റണിയുമായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വൈദ്യപരിശോധന കഴിഞ്ഞ് തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തോട് പല കാര്യങ്ങളും റിജോ ആന്റണിയോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. മൗനമാണ് മറുപടി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പോലീസ് ഇയാൾ പറയുന്ന കാര്യം, അതായത് ധൂർത്തുണ്ടായിരുന്നു, ഭാര്യ വിദേശത്തു നിന്ന് വരുന്നു, അതിനുള്ളിൽ ഈ പറഞ്ഞ കടങ്ങളെല്ലാം തീർക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യത്തിലേക്ക് താൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴും, ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് പറയുമ്പോഴും, ഇയാളുടെ ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് പറയുമ്പോൾ ഇതെല്ലാം, ഈ മൊഴികളെല്ലാം തമ്മിൽ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? പോലീസ് സംഘം അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് തൻ്റെ ഫസ്റ്റ് ക്രൈമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ആദ്യമായി ഒരു ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയധികം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമോ, ഇത്രയധികം കാര്യങ്ങൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുമോ എന്നതുൾപ്പെടെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പക്ഷേ അത്തരം ചില രീതിയിൽ ചിലർ ചിന്തിക്കാറുണ്ട് എന്നതും നമ്മൾ ഈ ക്രൈമിൽ ഏർപ്പെടുന്നവരുടെ ഒരു മനഃശാസ്ത്രം പരിശോധിക്കുമ്പോൾ വ്യക്തവുമാണ്. നേരത്തെ പല കേസുകളും ഇതിൻ്റെ ഭാഗമായി തന്നെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് കളമശ്ശേരി സ്ഫോടന കേസ്, ആ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ പ്രതി കൊടുത്ത മൊഴി ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അവിശ്വസനീയമായി തോന്നിയെങ്കിലും പിന്നീട് പല ഏജൻസികളൊക്കെ അന്വേഷിച്ചു. അതിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളും വ്യക്തമായിരുന്നു. ചാർജ് കൊടുത്തു, അങ്ങനെ അതുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും അത്തരം ചില സംശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. പക്ഷേ പോലീസ് സംഘം പറയുന്നത് പോലെ ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഇയാളുടെ മൊഴി വിശദമായി തന്നെ പരിശോധിക്കും. ഇയാൾ പറയുന്നതിൽ കോൺട്രാഡിക്ടറി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കും. ചില കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട് എന്നും പോലീസ് സംഘം വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇനി വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ പ്രതിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇനി ഇയാളുടെ തുക, ഇയാൾ കവർ ചെയ്തെടുത്ത 15 ലക്ഷത്തോളം രൂപ, അതിൽ 2,90,000 രൂപ ഇയാൾ കടം വീട്ടുന്നതിനായി നൽകി, താൻ കടം വാങ്ങിച്ച ഒരാൾക്ക് നൽകി എന്നാണ് പറയുന്നത്.
ബാക്കി തുക സേഫായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് കണ്ടെടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും 37 മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസ് നേട്ടമാണ്. പക്ഷേ ആ ഒരു 37 മണിക്കൂർ എടുത്തത് പട്ടാപ്പകൽ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയ പ്രതിയെ പിടികൂടാൻ, ഈ ചാലക്കുടിയിൽ തന്നെയുള്ള പ്രതിയെ പിടികൂടാൻ 37 മണിക്കൂർ എടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇയാൾ നടപ്പാക്കിയിട്ടുള്ള ആ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായൊക്കെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ കൊണ്ടാണ്. എന്തായാലും പോലീസ് സംഘം ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള SIT രൂപീകരിച്ചുകൊണ്ട് ഈ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ശരി, എസ് രാഗനാണ് പോട്ടയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അവിടെ വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ എത്തിച്ചതാണ്.